ദേവിക, ഞാൻ പറയുന്ന ക്ഷമയോടെ ഒന്ന് കേൾക്കണം. എന്റെ ക്ഷമ നശിപ്പിക്കാതെ ഒന്ന് പറ കെവിൻ. ഞാനൊരു റിപ്പോർട്ട് പഠിക്കുക, നാളെ നിയമസഭയിൽ വെക്കേണ്ടതാ. എന്താ കാര്യം? നന്ദനെ ദേവികയോടൊന്ന് സംസാരിക്കണം. നന്ദനോ? ഏത് നന്ദന്റെ കാര്യം കെവിനി പറയുന്നത്? ദേവികയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കെവിൻ ഇപ്പൊ ആരോടാ സംസാരിക്കുന്നറിയാവോ? കെവിനൊപ്പം കോളേജിൽ പഠിച്ച ദേവികയല്ല ഇപ്പൊ ഞാൻ. ജനപ്രതിനിധിയാ, MLA. പഴയ പരിചയവും പറഞ്ഞിട്ടുള്ള സംസാരമൊന്നും വേണ്ട. അല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ പറയാതെ? എനിക്ക് വിഷമമുണ്ടെന്ന് കെവിനോട് ആരാ പറഞ്ഞേ? എന്റെ വിഷമവും സന്തോഷമൊന്നും അളക്കാൻ കെവിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. എന്റെ വിഷമം മനസ്സിലാവുമെന്ന് കെവിൻ കണ്ടോ ഞാൻ വിഷമിക്കുന്നത്? ഇനി അഥവാ ഞാൻ വിഷമിച്ചാലും അത് മറ്റാരും അന്വേഷിക്കണ്ട. മനസ്സിലായോ? അല്ല ദേവിക, അത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി ദേവിക. നന്ദനോട് സംസാരിക്കണം. നന്ദനാകെ തകർന്നിട്ടാ. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. പ്ലീസ് ഒന്ന് സംസാരിക്കൂ. പോയി പണി നോക്കാൻ പറ. ഇതുപോലുള്ള കാര്യം പറയാനാണെങ്കിൽ ഇനി മേലിൽ എന്റെ നമ്പറിൽ വിളിച്ചു പോരുത്. ഫോൺ വെക്കേ. കേട്ടല്ലോ, ദേവിക ഇനി പറയാനൊന്നും ബാക്കിയില്ല. ദേ, ഇനി നീ ദേവികയെ പ്രതീക്ഷിക്കണ്ട. അവള് നീയായിട്ട് ഒരു ബന്ധുവില്ലെന്ന തരത്തിൽ അവള് സംസാരിച്ചേ. ഒരല്പ സ്വാതന്ത്ര്യം എടുത്ത് സംസാരിച്ചതേ ദേവികയ്ക്ക് ഇഷ്ടമായില്ല. ദേ നന്ദ, ദേവിക നീ അങ്ങ് മറന്നേക്ക്. പ്ലീസ് അങ്ങനൊന്നും പറയാതറാ. ദേവി ഇല്ലാതെ എനിക്ക് പറ്റില്ല.